കൂട്ടുകാരെ, രാവിലെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കിയാലോ? ഇടിയപ്പത്തിന് ആദ്യം തന്നെ മാവ് ചൂടുവെള്ളത്തിൽ നനച്ച് വെച്ചു. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കിനും നമുക്ക് മുട്ടക്കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തു. അത് എണ്ണ ചൂടാക്കി കടുകൊക്കെ വറുത്ത് സവാളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം തട്ടിയിട്ട് വേവിക്കാനാക്കി വെച്ചു. അതവിടെ കിടന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴയ്ക്കാം. മാവ് കുഴച്ച് ഇടിയപ്പം എല്ലാം സെറ്റാക്കി ഇഡ്ഡലി കുട്ടകത്തിൽ പുഴുങ്ങാനായിട്ട് വെച്ചു. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കണ്ടേ? അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഞാൻ മസാലപ്പൊടിയൊന്നും ചേർക്കാറില്ല, ഇത്രേ ചേർക്കാറുള്ളൂ. ഇതെല്ലാം ചേർത്ത് വഴന്ന് വരുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ല അടിപൊളി ഒക്കെ റെഡിയായി. അതിനുശേഷം ആരിക്കുട്ടൻ്റെ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് കുഞ്ഞിനെ ഒരുക്കി ഫുഡൊക്കെ കൊടുത്ത് വണ്ടി ഏറ്റിട്ടിട്ട് ഞാൻ വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.